അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഹാജിമാർ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൗമു അറഫ ദിവസം എന്ന് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്നതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ് യൗമു അറഫ. ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നാം പല സന്ദർഭങ്ങളിലും കേട്ടതും അറിഞ്ഞതുമാണ്. വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. യൗമു അറഫ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിക്കപ്പെട്ട ദിവസമാണ്. ഹജ്ജത്തുൽ വദാ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലൂടെ ഈ ലോകത്തിന് അള്ളാഹു നൽകിയ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിക്കപ്പെട്ട ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ സമ്പൂർണമായി അതിലേക്ക് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്ത വിധം, അതിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്കെടുത്ത് കളയേണ്ടതില്ലാത്ത വിധം സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയായി, ഒരു വേ ഓഫ് ലൈഫ് ആയി മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് യഥാർത്ഥത്തിൽ യൗമു അറഫ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ ഒരിക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിൽ, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്. ആ ആയത്ത് ജൂതന്മാർ എന്ന നിലക്ക് ഞങ്ങൾക്കാണ് അള്ളാഹു അവതരിപ്പിച്ച് തന്നിരുന്നതെങ്കിൽ ലത്തഖദനാ ദാലികൽ യൗമ ഈദ, ആ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയ്യു ആയ, ഏത് ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അപ്പം അദ്ദേഹം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം ആ ആയത്തിറങ്ങിയ ദിവസം ഏതാണ്, ആ ആയത്തിറങ്ങിയ സ്ഥലം ഏതാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതീർണമായത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രസിദ്ധ ചരിത്രകാരനും മുഫസ്സിറുമായ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ലിഅന്നഹും അലിമു അന്ന കമാലദ്ദീനി ഹുവ ഇസ്സുൽ ഉമ്മ. യഥാർത്ഥത്തിൽ ജൂതന്മാർ മനസ്സിലാക്കിയിരുന്നു, അവർ അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതീർണമായ ഈ യൗമു അറഫ എന്ന് പറയുന്നത് ഹുവ ഇസ്സുൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ യൗമു അറഫയെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന, അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പ്രയോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യൗമുൽ ഇസ്സ, അത് ഇസ്സത്തിൻ്റെ ദിവസമാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, സാമ്പത്തിക വ്യവഹാരങ്ങളാവാം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, സാമൂഹ്യ പ്രവർത്തനങ്ങളാവാം, ഒരു നാഗരികത കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാവാം, സംസ്കാര സമ്പന്നനായി ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാവാം, ഒരു ഭരണം നിർവഹണവുമായി ബന്ധപ്പെട്ടതാവാം, എല്ലാം ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറിക്കകത്ത് അള്ളാഹു ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയായി ഇസ്ലാമിനെ അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ ആ ദിവസത്തേക്കാൾ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകുന്ന മറ്റൊരു ദിവസവും യഥാർത്ഥത്തിൽ ഇല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നിർവഹിച്ചത്
ഈ ആയത്തിനെ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതീർണമായപ്പോൾ ഈ ആയത്ത് കേട്ടുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന്റെ പൂർണ്ണതയുടെ പ്രഖ്യാപനമാണല്ലോ, നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. അപ്പൊ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഇസ്ലാമിന്റെ പൂർണ്ണതയുടെ പ്രഖ്യാപനമാണ്. ഇതിലേക്ക് ഇനി അധികമായി ഒന്നും ചേർക്കേണ്ടതില്ലാത്ത വിധം ഇത് പൂർണ്ണമായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു കാര്യം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക അതിൽ കുറവ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം അതിന്റെ പൂർണ്ണതയിൽ അള്ളാഹു നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതിൽ ചോർച്ചയാണ്, അതിൽ കുറവ് വരലാണ്. ആ ഇസ്ലാമിന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ ഉമ്മത്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അടിയിലേക്ക് താഴേക്ക് പോയി അപജയത്തിന്റെ ഭീകരമായ ഗർത്തത്തിലേക്ക് അവർ വീണുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ യൗമ അറഫയിലൂടെ അത് യൗമുൽ ഇസ്സത്താക്കി മാറ്റിക്കൊണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ ദിവസമാക്കി മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സമ്പൂർണമായി പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദീനിന്റെ പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഇസ്സത്തിന്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി നിലനിർത്തിക്കൊണ്ട് ഇസ്സത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാൻ വേണ്ടി സാധിക്കുക. മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ ആ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്നുകൊണ്ട് ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന ജനതകളെ നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയും. അതിൽ ഉദാഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഗസയും ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. ഒരു ജനത അനുഭവിക്കേണ്ട പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെ ആ ജനത കഴിഞ്ഞു പോകുമ്പോഴും നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങൾ ഇസ്ലാമിലൂടെ ഇസ്സത്ത് നേടിയ ജനതയാണെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജനത ഇന്നും ഇസ്സത്തോടുകൂടി ജീവിക്കുകയാണ്. എന്നാൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പതിതമായ ധാരാളം പരീക്ഷണങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ആ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ കഴിയാതെ നിന്ദ്യമായ അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിൽ പല വിഭാഗങ്ങളും ചെന്നു ചാടുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യൗമുൽ ഇസ്സത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം, ദീൻ എന്ന് പറയുന്ന ആ ജീവിത ദർശനത്തെ സമ്പൂർണമായി മുസ്ലിം ഉമ്മത്ത് തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമികമായ ജീവിതം നയിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടുകൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് അവതീർണമായപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഈ വാക്കുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. യൗമ അറഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അതിമനോഹരമായ പ്രഭാഷണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആ പ്രഭാഷണം കേവലം ഒരു ആത്മീയ പ്രഭാഷണമല്ല. ആ പ്രഭാഷണം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ വിജയകരമായ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന പ്രഭാഷണമാണ്. ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹ്യ ഘടനയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇസ്ലാമിനെ കുറിച്ച് നിരന്തരം തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും പച്ചക്കള്ളങ്ങളും നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഇസ്ലാം ഭീതിയും മുസ്ലിം വെറുപ്പും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ ആ പ്രഭാഷണം എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് വളരെ ക്ലാരിറ്റിയുള്ള വളരെ മനോഹരമായ ഉത്തരം നൽകുന്ന ഒരു പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുമ്മ അശ്ഹദ് എന്ന് 3 തവണ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവെ നീ സാക്ഷിയാണ് ഈ പറഞ്ഞതിനെല്ലാം എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ഇവിടെ എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഭാഷണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സ്വഹാബികൾ 1,00,000-ലധികം വരുന്ന സ്വഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ മനോഹരമായ സങ്കല്പം ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചതെങ്കിൽ ഇന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ നമ്മളാണ്. പ്രവാചകൻ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ,
നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികർക്കിടയിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിൽ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കിടയിൽ, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഈ സന്ദേശം എത്തിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഏൽപ്പിച്ച ആ ചുമതല ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടവർ നമ്മൾ കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമാണ് യൗമ അറഫ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധരാവുക, അതിന് പ്രതിജ്ഞ പുതുക്കുക എന്നതാണ് ഈ ദിവസത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ. പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.